ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? നമ്മളെല്ലാവരും കൂടെ ഒരു പാർക്കിലോട്ട് വന്നതാണ് കേട്ടോ. ക്രിസ്മസ് വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികളൊന്ന് ചില്ലായിക്കോട്ടെ, അവർ കുറച്ച് നേരം കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് അവരെയും കൂട്ടി വന്നതാണ്. നമ്മൾ വീണ്ടും അടുത്ത് തന്നെയാണ് കേട്ടോ ഈ പാർക്ക് വരുന്നത്. പുഞ്ച പാർക്ക് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അതേ കുട്ടികൾസൊക്കെ കളി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മോളെ ഊഞ്ഞാലാട്ടി കൊടുക്കുകയാണ് കേട്ടോ. അവൾ തനിയെ ആടിക്കൊണ്ടിരുന്നതെന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ആട്ടി കൊടുക്കാം. അപ്പോൾ ദേ എൻ്റെ ഇത്താടെ മോള് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം പിന്നെ തകർത്ത് അഭിനയിച്ചേക്കാം, അറിയാത്ത പോലെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ അഭിനയം? കൊള്ളാമല്ലേ? എന്തായാലും മോള് ആടിക്കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ കയറി നിന്നിട്ടുണ്ട്. ചുറ്റിനും ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ, ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു, നമ്മളെല്ലാവരും ടിക്കറ്റ് എടുത്ത് കയറിയതാണല്ലോ, അപ്പോൾ കുറച്ച് നേരം ആടിയാലൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ആടിയിട്ട് കുറച്ച് നേരം. പിന്നെ അതാ വീണ്ടും പ്രഹസനം തുടരുന്നു. ഞാൻ നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു, കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ തടെ മോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ അവളോട് പറഞ്ഞതാണ് കുറച്ച് വീഡിയോ ഒന്നും എടുക്കണേ എന്നൊക്കെ. പക്ഷെ അവൾ അപാരമായിട്ട് ഞാൻ എങ്ങോട്ടാ പോകുന്നത് അങ്ങോട്ടൊക്കെ പോയി അവൾ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ടായിരുന്നു. ഇത്താടെ മോനാട്ടോ, മൂത്ത ഇത്താടെ മോനാണ്. ചെറിയ രീതിക്കൊക്കെ കുറുപ്പ് കാട്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുമായിരുന്നു. നമ്മുടെ ഫെജി ബേബി ഇതാ കാഴ്ചകളൊക്കെ കണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക ആൾ. എൻ്റെ മോളും ഇത്താടെ മോളൊക്കെ കൂടി ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ് അവർ. ഇങ്ങനെയൊക്കെയാണല്ലോ സ്കൂളില്ലാത്ത ദിവസം അവരൊക്കെ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. അത് കാണുമ്പോൾ നമുക്കും ഹാപ്പിയാണല്ലോ. അപ്പോൾ കുട്ടികൾസ് അവിടെ കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അപ്പുറത്തെ സീറ്റിലോട്ട് ഇരിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഇതേ കപ്പിളായിട്ടിരിക്കുന്നതിൻ്റെ ഉപ്പയും ഉമ്മയാണ് കേട്ടോ. അവരിങ്ങനെ സൊറ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടത്. ഇതൊരു പാടത്താണ് കേട്ടോ ഈ പാർക്ക് വരുന്നത്, പുഞ്ച പാർക്ക്. എന്ത് രസമായിരുന്നു എന്നറിയാം ഗൈസ് കാണാൻ. നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു ഈവനിങ് ടൈമാണ്. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കുറച്ച് ലൈറ്റ് കുറവ്. നല്ല ഭംഗിയുള്ളൊരു ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ അവിടെ നിൽക്കുമ്പോൾ. ഞാനിങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ നടന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ പോയത്. ബാക്കിയുള്ള ഇടത്തെയും ഉമ്മയും കുട്ടികളൊക്കെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ഫെജി ബേബിന് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ പോയിരുന്നില്ല കേട്ടോ. നമ്മുടെ ഫെജി ബേബിയും ഹാപ്പി ആയിരുന്നു കേട്ടോ. കണ്ട ആൾ ഊഞ്ഞാളൊക്കെ ആടി ഇരിക്കുകയാണ് ഇത്താടെ മടിയിൽ. പിന്നെ കുട്ടികൾസിൻ്റെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി കേട്ടോ. വിശപ്പിന് എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ ഐസ്ക്രീമാണ് പറഞ്ഞത്. അടിപൊളിയല്ലേ? ഐസ്ക്രീം, മിഠായി, അതായിരുന്നു അവരുടെ വിശപ്പിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഒരു 8:30 ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇനി നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കാരണം അത്രയും വിശപ്പുണ്ട്. കുട്ടികൾസിന് മാത്രമല്ല നമുക്കും. ഈവനിങ് ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ. അവിടെ പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല, എല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ടോ. റെസ്റ്റോറൻറ്റിൽ പോയതിന് ശേഷമുള്ള ഞങ്ങളുടെ ഒരു ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ കാണാൻ. അത്രയും വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഫുഡ് വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ആരും വല്ലാണ്ട് മെയിൻ്റെയൊന്നും ആക്കുന്നില്ല, എന്നാലും ഞാനങ്ങ് വീഡിയോ എടുത്തു കേട്ടോ. നല്ല വിശന്നിട്ട് റെസ്റ്റോറൻറ്റ് കയറുമ്പോൾ ആ ഒരു സമയം ഭയങ്കരം തന്നെയല്ലേ. ആ ഒരു ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അപ്പോൾ ശരിക്കും ഫുഡിൻ്റെ വില അറിയൂലേ. അറ്റ് ലാസ്റ്റ് നമ്മൾ ഫുഡ് ഓരോന്നായി അവർ കൊണ്ടു തന്നു കേട്ടോ. പിന്നെ ഒരു അറ്റാക്കായിരുന്നു, അത്ര വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.